നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് നിലവിൽ ഡൽഹിയും തിരുവനന്തപുരവും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണ തുടർച്ച നൽകിയ ആത്മവിശ്വാസത്തിൽ കൈക്കൊണ്ട പല നയപരമായിട്ടുള്ള തീരുമാനങ്ങളും ഇപ്പോൾ സർക്കാരിനെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അധികാരത്തിന്റെ കാര്യത്തിൽ എന്ത് അഴിമതിയും രാഷ്ട്രീയ അതിക്രമങ്ങളും നടത്താമെന്ന ഭരണകൂടത്തിന്റെ ധാരണകൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഓരോന്നായിട്ട് തിരിച്ചടികൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും ഭരണപരമായിട്ടുള്ള അപ്രമാദിത്വത്തിനും മങ്ങലേൽക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ദേശീയ തലത്തിൽ പോലും ഇപ്പോൾ ചർച്ചയാകുന്നത് സംസ്ഥാന ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ ഏറ്റവും ഒടുവിലായിട്ട് ഉയർന്നു വന്നത് ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവാദപരമായിട്ടുള്ള കോടതി റിപ്പോർട്ടാണ്. ശബരിമലയിലെ മുഖ്യ തന്ത്രി ദേവതുല്യനല്ലെന്നും അദ്ദേഹം കേവലം ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ജീവനക്കാരൻ മാത്രമാണെന്നും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചത് അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. ഒരു വശത്ത് വിശ്വാസികളെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആചാരങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ തന്നെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത് ഇരട്ടത്താപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാരിൻ്റെ രഹസ്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന സംശയം ഇന്ന് കേരളത്തിൽ ശക്തമായിരിക്കുകയാണ്. വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബരിമല സന്ദർശന വാർത്തകൾ പുറത്തുവരുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പിന്നാലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൂടി ശബരിമലയിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ ആചാര സംരക്ഷണത്തെയും തന്ത്രിയുടെ സ്ഥാനത്തെയും സംബന്ധിച്ച ചർച്ചകൾക്ക് ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യം നൽകും. ഇത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിരോധത്തിന് വഴിമരുന്നിടും. വിശ്വാസി സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടത്തിന് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഒരു കനത്ത താക്കീതായി മാറുമെന്നും അത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നു. ഭരണകൂടം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി അത് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്നുവെന്ന് പറയപ്പെടുന്ന തെളിവ് നശിപ്പിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ്. സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയവയിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും പേരുകൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ ചില രഹസ്യ യോഗങ്ങൾ നടന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ള ചില IT വിദഗ്ധരും ഉന്നത ഉദ്യോഗസ്ഥരും ലാപ്ടോപ്പുകളും ഫോണുകളും ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ ഫോറൻസിക് പരിശോധനയിൽ നിന്ന് മറച്ചുപിടിക്കാൻ ശ്രമിച്ചതായിട്ട് വിവരമുണ്ട്. എന്നാൽ ഈ ഗൂഢനീക്കങ്ങൾ കേന്ദ്ര ഏജൻസികൾ യഥാസമയം തിരിച്ചറിഞ്ഞ് സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള പഴുതുകളെല്ലാം തന്നെ അടയ്ക്കുന്നതിന് കാരണമായി. തിരുവനന്തപുരം നഗരസഭയിൽ BJP കൈവരിച്ച അപ്രതീക്ഷിത വിജയം കേരളത്തിലെ ഇടതുപക്ഷ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന ഭരണത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരാനുള്ള തീവ്രമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. അമിത്ഷായുടെ കേരള സന്ദർശനം സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റുമെന്നാണ് കണക്കുകൂട്ടുന്നത്. സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ ഇടപാടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അമിത്ഷായുടെ വരവ് പിണറായി വിജയന് വലിയൊരു രാഷ്ട്രീയ പ്രകരമായി മാറുന്നതായിരിക്കും. ചുരുക്കത്തിൽ 3 വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ പിണറായി സർക്കാർ നേരിടുന്നത്. കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ, ശബരിമല വിഷയത്തിലെ വിശ്വാസി പ്രതിഷേധം, കൂടാതെ BJP ദേശീയ നേതൃത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, ഇവയെല്ലാം തന്നെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ഇപ്പോൾ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അയ്യപ്പനെ തന്നെ നാടുകടത്താൻ ശ്രമിച്ചവർ, അയ്യപ്പൻ്റെ മണ്ണിൽ അധർമ്മം പ്രവർത്തിച്ചവർ, അവർക്കുള്ള ശിക്ഷയുടെ കാലം അടുത്തു കഴിഞ്ഞുവെന്ന സന്ദേശമാണ് ദേശീയ നേതാക്കളുടെ ഈ സന്ദർശനങ്ങൾ ഇപ്പോൾ നൽകുന്നത്. നിയമപരമായിട്ടും രാഷ്ട്രീയമായും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ അടഞ്ഞതോടെ കേരളം ഭരണപരമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്.